തിരുവനന്തപുരത്ത് ഹൈന്ദവീയം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യുവജന വികസന ശിബിരം ശില്പശാലയ്ക്ക് സമാപനം. ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളും യുവതലമുറ മുന്നോട്ട് വയ്ക്കുന്ന നവ ആശയങ്ങളും ശില്പശാലയിൽ ചർച്ചയായി. യുവജന വികസന ശിബിരം എന്ന പേരിൽ ചിന്മയ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ച ശില്പശാല വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു. നമുക്ക് മീഡിയനെ കുറിച്ച് ഹൗ യങ് ഹിന്ദു ഷുഡ് യൂസ് മീഡിയ, പിന്നെ ഹൗ യങ് ഹിന്ദു എങ്ങനെയാണ് ഒരു യങ് ഹിന്ദു പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യുന്നത്, അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ഈ ഹൈന്ദവീയം ഫൗണ്ടേഷൻ വഴി നമുക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ എല്ലാ ഹിന്ദുസും ഇപ്പോൾ വന്ന എല്ലാ ഫ്രണ്ട്സിൻ്റെയും കൂടെ എങ്ങനെ നമ്മൾ പെരുമാറേണ്ടത്, എൽഡേഴ്സിനെ ഹൗ വി ഷുഡ് ഹിന്ദു ഐഡിയോളജി അനുസരിച്ച് എങ്ങനെയാണ് നമ്മളവരെ റെസ്പെക്റ്റ് ചെയ്യേണ്ടത്, ആ കാര്യമൊക്കെ സാധാരണ നമ്മൾ ഒരാളെ കാണുമ്പോൾ എണീക്കാറൊന്നുമില്ല. അപ്പോൾ ഹൗ എ ഹിന്ദു ഷുഡ് ബിഹേവ് വെൻ ദേ സീ ആൻ എൽഡർ, അതൊക്കെ ഈ ക്ലാസ്സിൽ കൂടെ നമുക്ക് മനസ്സിലാവും. ശില്പശാലയിൽ ഇന്ന് ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ, ദൈനംദിന ജീവിതത്തിലെ നവമാധ്യമങ്ങളുടെ ശരിയായ ഉപയോഗം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. ഇപ്പം കുറേ പേര് ഇപ്പം അതർ റിലീജിയൻസ് ഇപ്പം എന്തുവാ അവരെല്ലാവരും യുണൈറ്റഡ് ആയിട്ട് നിൽക്കും. പക്ഷെ നമ്മളിപ്പം അമ്പലത്തിൽ പോകാതെ അങ്ങനെയൊക്കെ ഇരിക്കുന്നത്, അതൊക്കെ വെച്ചാൽ ഇവരിപ്പം ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇപ്പം നമ്മൾ അമ്പലത്തിൽ പോവുക, നാമം ജപിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങൾ, അതല്ലാതെ തന്നെ ഇപ്പം ഹിന്ദു ബുക്സ് ഇതെല്ലാം വായിക്കുക, അതൊക്കെ. യുവാക്കളിൽ രാജ്യസ്നേഹം വളർത്തുക, ഹൈന്ദവ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടായിരുന്നു ഹൈന്ദവീയം ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ശില്പശാല സംഘടിപ്പിച്ചത്. നിരവധി വിദ്യാർത്ഥികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത്. പ്രൊഫസർ വി രഘു, ഹൈന്ദവീയം ജനറൽ സെക്രട്ടറി ബാലചന്ദ്രക്കുറുപ്പ്, അസിസ്റ്റന്റ് പ്രൊഫസർ രാകേഷ് ശർമ്മ, ഡോക്ടർ ശാലിനി തുടങ്ങിയ പ്രമുഖരാണ് ക്ലാസുകൾ നടത്തിയത്. ജനം, തിരുവനന്തപുരം.